യഥാർത്ഥത്തിൽ വർക്ക് ഫ്രം ഹോം സുഖമാണെന്ന് തോന്നിച്ച കോവിഡ് നാളുകൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു ന്യൂറൽ ഫറ്റീഗിലേക്ക് എത്തിക്കുന്നു എന്നതാണ് പലപ്പോഴും ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ന്യൂറൽ ഫറ്റീഗിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ കോവിഡ് കാലത്തുള്ള സിറ്റുവേഷനേക്കാൾ മാറിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കപ്പെടേണ്ട ഒരു കംഫർട്ടബിൾ ആവേണ്ട സ്ഥലത്ത് നമ്മൾ പലപ്പോഴും പെട്ടുപോകുമ്പോൾ അതുകൊണ്ട് തന്നെ വർക്ക് ഫ്രം ഹോമിലുള്ള ആൾക്കാരുടെ ബിഹേവിയറിൽ ചലഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. വൈഫിനോട്, ഹസ്ബൻഡിനോട്, മാതാപിതാക്കളോട്, മക്കളോടൊക്കെയുള്ള പെരുമാറ്റത്തിൽ ദേഷ്യം കൂടാനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ വിപിൻ റോൾഡൻ, സീനിയർ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, റോൾഡൻസ് ഗ്ലോബൽ, കൊച്ചിൻ. പലപ്പോഴും നമുക്ക് വർക്ക് ഫ്രം ഹോമിനെ സംബന്ധിച്ചുള്ള ധാരാളം ചർച്ചകൾ വരാറുണ്ട്. സുഖകരമാണ് ജീവിതം എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്, പക്ഷേ അത്ര സുഖമല്ല വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ വർക്ക് ഫ്രം ഹോം സുഖമാണെന്ന് തോന്നിച്ച കോവിഡ് നാളുകൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അത്ര സുഖകരമല്ലാത്ത വാർത്തകളാണ് പുറത്തേക്ക് വരിക. കാരണം നേരിട്ടുള്ള ഇൻട്രാക്ഷൻസ് മാറുകയും രാവിലെ മുതൽ വൈകിട്ട് വരെയും രാത്രിയിലും വീട്ടിൽ തന്നെ മാറുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. എസ്പെഷ്യലി നമ്മുടെ ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സിങ് പലപ്പോഴും നമുക്ക് അഫക്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഉള്ള സൂം മീറ്റിങ്ങുകൾ, ഇടവേളകളിലുള്ള ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളിലൊക്കെയും പലപ്പോഴും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഐ കോണ്ടാക്റ്റ് പ്രോപ്പർ ആക്കേണ്ടതുണ്ട്. നമ്മുടെ പല ലാംഗ്വേജുകളും പലപ്പോഴും ഇത്തരം ഓൺലൈൻ പ്രോസസ്സുകളിലൂടെ വളരെ ശക്തമായിട്ട് തന്നെ നമുക്ക് വളരെ ഫോക്കസ് ചെയ്ത് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഒരു നോർമൽ മീറ്റിങ്ങിലാണെങ്കിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം പലപ്പോഴും ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു ഫ്രെയിമിനകത്ത് നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇത് ബ്രെയിനെ വല്ലാത്ത രീതിയിലേക്ക് ഒരു ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഒരു മെൻ്റൽ എക്സോഷനിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരാറുണ്ട്. ഇതൊരു ന്യൂറൽ ഫറ്റീഗിലേക്ക് എത്തിക്കുന്നു എന്നതാണ് പലപ്പോഴും ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ന്യൂറൽ ഫറ്റീഗിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ഒരുതരം ഒരു മരവിപ്പ്, ഒരുതരം ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് പലപ്പോഴും ഇത് കടന്നു പോവുക. ഈ ഒരു തരത്തിലേക്കുള്ള ഓൺലൈൻ മീറ്റിങ്ങുകൾ കൂടാതെ തന്നെ നമുക്കൊരു റൊട്ടീൻ, പലപ്പോഴും കൃത്യമായ റൊട്ടീനില്ല. എപ്പോഴൊക്കെയോ എണീക്കുന്ന സമയത്ത് എപ്പോഴൊക്കെയോ നമ്മൾ ലാപ്ടോപ്പ് നോക്കുന്നു. പല്ല് തേച്ചോ പല്ല് തേക്കാതെയോ ഉറങ്ങിയൊക്കെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്തു പോകുമ്പോഴേക്കും സത്യത്തിൽ ആ ഓർഡർ തെറ്റിപ്പോകുമ്പോൾ അത് ബ്രെയിന് ബുദ്ധിമുട്ടായിട്ട് വരികയാണ്. കാരണം ബ്രെയിൻ എപ്പോഴും ഒരു പ്രഡിക്റ്റബിൾ റൊട്ടീനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, മോർണിംഗ്, ഈവനിങ് കോഫി, ടീ അല്ലെങ്കിൽ സപ്പർ എന്നൊക്കെ പറഞ്ഞു തരിക. ഇവിടെ കൃത്യമായ രീതിയിലേക്ക് ഒരു കൺസിസ്റ്റൻറ്റ് സ്കെഡ്യൂൾ ഇല്ലാതെ വരുമ്പോഴേക്കും അത് സുഖകരമാണ്, അത് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള പോലെ ചെയ്താൽ പോരെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ബ്രെയിന് അത് ബുദ്ധിമുട്ടാണ്. അത് മെൻ്റലി നമ്മളെ തന്നെ ഒന്ന് സ്കാറ്റേഡ് ആക്കുന്ന തലത്തിലേക്കുള്ള അവസ്ഥ, നമ്മുടെ സ്ട്രക്ചർ ഇല്ലാത്തൊരവസ്ഥ, ഓർഡർ ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് നമുക്കവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വർക്ക് ഫ്രം ഹോമിൽ മറ്റൊരു പ്രധാനപ്പെട്ട മിസ്സിങ് എന്ന് പറയുന്നത് നമ്മുടെ ലാക്ക് ഓഫ് ഫിസിക്കൽ മൂവ്മെൻ്റ് ആണ്. പ്രോപ്പറായ രീതിയിൽ എക്സസൈസ് ഇല്ല, പ്രോപ്പറായ രീതിയിലേക്കുള്ള ഇൻവോൾവ്മെൻ്റ് ഇല്ല. മിക്കവാറും ലാപ്ടോപ്പും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് തന്നെ പോകേണ്ടി വരുന്നു. അതുകൊണ്ട് നമുക്ക് എൻഡോർഫിൻ്റെ അളവ്, നമുക്കൊരു സുഖകരമായ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ട എൻഡോർഫിൻ്റെ അളവ് നമുക്ക് ഈ വർക്ക് ഫ്രം ഹോമിലുള്ള ആളുകളുടെ ബ്രെയിനിൽ അത്ര കാര്യമായിട്ട് വരാറില്ല. ഓഫീസിലേക്കുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്കൊരു നാച്ചുറൽ മൂവ്മെൻ്റ് ഉണ്ട്. നമുക്ക് രാവിലെ ഓഫീസിൽ പോകുന്നു, മീറ്റിങ്ങുകൾക്ക് വേണ്ടി റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ നമുക്ക് കോഫിക്ക് വേണ്ടി പുറത്തേക്ക് പോകാൻ വരുന്നു, ലഞ്ചിന് പുറത്തേക്ക് വരുന്നു. ഇൻ കേസ് നമുക്ക് തൊട്ടടുത്ത ഓഫീസുകളിലുള്ളവരൊക്കെ ആണെങ്കിൽ, ഒരു വലിയ കോമ്പൗണ്ടിലൊക്കെയുള്ള ഓഫീസാണെങ്കിൽ പോലും ഇൻട്രാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. സ്വന്തം ഓഫീസിലുള്ളവരാണെങ്കിൽ ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടവർ തന്നെ കാണുന്നു. അച്ഛനും അമ്മയും തീർച്ചയായിട്ടും ഉണ്ട്, ഭാര്യയും ഭർത്താവും ഒക്കെ ഉണ്ട്. കോവിഡ് കാലത്തുള്ള സിറ്റുവേഷനേക്കാൾ മാറിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കപ്പെടേണ്ട ഒരു കംഫർട്ടബിൾ ആവേണ്ട സ്ഥലത്ത് നമ്മൾ പലപ്പോഴും പെട്ടുപോകുമ്പോൾ നമുക്ക് ജോലിയും ജീവിതവും തമ്മിൽ വ്യത്യാസമില്ലാണ്ട് വരുന്നു. നമ്മൾ എൻഡോർഫിൻ ക്ലിയറായിട്ട് റിലീസ് ചെയ്യപ്പെടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് മൂഡ് ബൂസ്റ്റേഴ്സ്, നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു മൂഡ് ബൂസ്റ്റേഴ്സായിട്ട് വർക്ക് ചെയ്യപ്പെടേണ്ട, നമുക്ക് സുഖകരമാക്കുന്ന രീതിയിലേക്കുള്ള നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഹോർമോൺസിനൊക്കെയും ഒരു ഡോപ്പമിൻ ലെവലിലൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നു. ഒരു സെഡൻറ്ററി ബിഹേവിയർ എന്ന് പറയുന്ന ലെവലിലേക്കാണ് നമ്മൾ പലപ്പോഴും പോകുന്നത്. ചില ഒരു പ്രത്യേക രീതിയിലേക്ക് അധികം അനക്കവും ഓട്ടവും ചാട്ടവും ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈലിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ സംഭവിക്കപ്പെടുന്നത് ആൻസൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കൊക്കെ നമ്മുടെ ലൈഫ് പോകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഒരു മൊണോട്ടോണസ് ലൈഫ്, നമുക്ക് പലപ്പോഴും പല കാര്യങ്ങൾ, ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്ത് ഓഫീസിൽ പോകുന്ന ആളുകൾക്ക് അതൊരു ഇൻട്രാക്ഷനാണ്. ബൈക്കിലോ കാറിലോ പോകുന്നവർക്ക് അത് ഇൻട്രാക്ഷനാണ്. പക്ഷേ വർക്ക് ഫ്രം ഹോമിൽ ആദ്യമൊക്കെ സുഖമാണെങ്കിൽ പിന്നീട് അത് നഷ്ടപ്പെടുന്നു. നമ്മൾ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ മിസ് ചെയ്യുമ്പോൾ സംഭവിക്കപ്പെടുന്ന കാര്യം തീർച്ചയായും അവരുടെ ഇൻട്രാക്ഷൻസ് വഴി നമ്മുടെ ന്യൂറൽ കണക്ടിവിറ്റി ആക്ടിവേറ്റഡ് ആവേണ്ടതിന് പകരം അത് മിസ്സായി പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷത്തോടെ ഉണർവോടുകൂടി പ്രവർത്തിക്കാനുള്ള സാഹചര്യം നഷ്ടമാകുന്നു. മാത്രമല്ല കമ്പനിയുടെ ഒരു കൾച്ചറിനോടും എത്തിക്സിനോടും വാല്യൂസിനോടും ചേർന്ന് നിന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ടീം മോട്ടിവേഷൻ
ടീം കൊഹസീവ്നെസ് എന്നൊക്കെ പറയുന്ന ആ തലമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. മറ്റൊരു കാര്യം, നമുക്ക് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് ഇമെയിൽ ബേസ്ഡ് ആയിട്ട് മാത്രം കമ്മ്യൂണിക്കേഷൻസ് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആവണമെന്നില്ല അവിടെ കിട്ടുക. എസ്പെഷ്യലി വാട്സപ്പ് കമ്മ്യൂണിക്കേഷനും ചാറ്റ് കമ്മ്യൂണിക്കേഷൻസൊക്കെയും നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്ന മെസ്സേജ് അല്ല നമുക്ക് പലപ്പോഴും എത്തിക്കുക. ഇങ്ങനെ വീട്ടിലേക്ക് പെട്ടുപോകുന്ന വർക്ക് ഫ്രം ഹോമിലുള്ള ആൾക്കാർക്ക് ഈ കൊളാബറേഷനിലൂടെയൊക്കെ ഉണ്ടാവേണ്ട മനസ്സിൻ്റെ ഒരു സ്വാതന്ത്ര്യവും ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റും ഒക്കെ പലപ്പോഴും മിസ്സാകുമ്പോൾ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പ്രശ്നമായി വരുന്നു. ഒരു ഇൻഡിസിസീവ്നെസ് ഇവർക്ക് ശക്തമായിട്ട് വരാറുണ്ട്. കാരണം കൃത്യമായ രീതിയിലേക്ക് ഒരു ലാക്ക് ഓഫ് ഡോപ്പമിൻ അല്ല ഓക്സിറ്റോസിൻ്റെ ഒരു അളവ് കൃത്യമായ രീതിയിലേക്ക് നമുക്ക് അനുയോജ്യമായ രീതിയിലേക്ക് എത്താൻ തക്കവണ്ണമുള്ള ആക്ടിവിറ്റീസൊക്കെ പലപ്പോഴും കുറഞ്ഞു പോകുന്നതൊക്കെ പ്രശ്നമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർക്ക് ഫ്രം ഹോം നമ്മുടെ ഒരു കാഷ്വൽ ഹ്യൂമൻ കോണ്ടാക്റ്റിനെ നഷ്ടപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഈ കാഷ്വൽ ഹ്യൂമൻ കോണ്ടാക്റ്റുകളാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഒരു ഫീൽ ഗുഡ് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ആ ഫീൽ ഗുഡ് കെമിക്കൽസ് നമ്മുടെ സന്തോഷം നിലനിർത്താൻ ആവശ്യമാണ്. പക്ഷെ നമ്മുടെ സന്തോഷം കളയുന്ന തരത്തിലേക്ക് നമ്മൾ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ, ഒരു മുറിയിലേക്ക് അടയ്ക്കപ്പെട്ട അവസ്ഥയിൽ, ഒരു ഫീലിംഗ് ഓഫ് ലോൺലിനെസ്സിലേക്ക്, ഒരു ആൻസൈറ്റിയിലേക്ക്, പലപ്പോഴും ആ ഡിപ്രസീവ് മൂഡിലേക്കൊക്കെ പോകുന്നത് നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മുടെ ബ്രെയിനിന് പുതിയ എക്സ്പോഷർ ഒന്നും കിട്ടുന്നില്ല. മിക്കവാറും പല പല മീറ്റിങ്ങുകളിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അത് നമ്മളെ സ്റ്റക്കാക്കി മാറ്റുന്നു. അവിടെ തന്നെ നമ്മൾ കിടന്നുറങ്ങുന്നു, രാവിലെ വീണ്ടും അവിടെ എണീക്കുന്നു, ചിലപ്പോൾ രാത്രിയിൽ എണീറ്റിട്ടായിരിക്കും വർക്ക് ചെയ്യുക, ചിലപ്പോൾ നോർമൽ റൊട്ടീൻ കഴിഞ്ഞിട്ട് വീണ്ടും നൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ വർക്ക് ഫ്രം ഹോമിലുള്ള ആൾക്കാരുടെ ബിഹേവിയറൽ ചലഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. വൈഫിനോട്, ഹസ്ബൻഡിനോട്, മാതാപിതാക്കളോട്, മക്കളോടൊക്കെയുള്ള പെരുമാറ്റത്തിൽ ദേഷ്യം കൂടാനുള്ള സാധ്യതയുണ്ട്, ഇറിറ്റബിലിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട്, ഡിസ്ട്രാക്റ്റബിലിറ്റി പല രീതിയിലേക്ക് വരുന്നത് മൂലം അവർക്ക് കോൺസെൻട്രേഷൻ കൃത്യമായിട്ട് കിട്ടാതെ പോകുന്ന അവസ്ഥകളുണ്ട്. ആകെ മൊത്തം ഒരു ഉണങ്ങിക്കരിഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നവരുണ്ട്. എല്ലാവരും ഇങ്ങനെയാണെന്നല്ല. ചില ആളുകൾ എക്സസൈസ് വഴി, സോഷ്യൽ ഇൻട്രാക്ഷൻസ് വഴി, അവരുടേതായ ക്ലബ് ആക്ടിവിറ്റീസ് വഴി, ചർച്ചോ ടെമ്പിളോ മറ്റെന്തെങ്കിലും സ്പിരിച്വൽ ആക്ടിവിറ്റീസ് വഴി അവരെ മാനേജ് ചെയ്യാറുണ്ട്. നമ്മളും ചെയ്യേണ്ടത്, വർക്ക് ഫ്രം ഹോമിലൂടെയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും പ്രയോറിറ്റി ആയിട്ട് കൊടുത്തുകൊണ്ടുള്ള ചില ഇൻ്റർവെൻഷൻസ്, ചില ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് കമ്പനി പറയണമെന്നില്ല. കമ്പനി വെൽനെസ്സിന് വേണ്ടിയൊക്കെ ചില പോളിസീസൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതും വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരു സാധ്യതയിലൂടെ ഓൺലൈനായിട്ടായിരിക്കും നമ്മളിലേക്ക് എത്തുക. തീർച്ചയായിട്ടും നമ്മുടെ റൊട്ടീൻ നമ്മുടെ ഉത്തരവാദിത്തത്തിലാണ്, നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തത്തിലാണ്, നമ്മുടെ മനസ്സ് നമ്മുടെ ഉത്തരവാദിത്തത്തിലാണ്. വർക്ക് ഫ്രം ഹോം നല്ലൊരാശയമാണ് എങ്കിലും അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് പോകാത്ത തരത്തിൽ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഉത്തരവാദിത്തത്തോടു കൂടി ചില ഡിസൈനിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യാം. ഈവൻ വർക്ക് ഫ്രം ഹോം സിറ്റുവേഷൻസിൽ നിന്നും മാക്സിമം നിങ്ങളുടെ ഓഫീസിലേക്ക് എത്തി വർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസേഴ്സുമായിട്ട്, നിങ്ങളുടെ കമ്പനിയുമായിട്ട് സംസാരിക്കുക. ഇനി അത് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ദിവസത്തെ നിങ്ങൾ മിക്സ് ചെയ്യുക പല ആക്ടിവിറ്റീസിനാലും നിങ്ങളെ തന്നെ ഉണർത്താൻ തക്കവണ്ണം മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വർക്ക് ഫ്രം ഹോം അതിനെ ബാധിക്കാതിരിക്കട്ടെ.